തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ CPM-ന് ഏതെങ്കിലും തരത്തിൽ നാശം സംഭവിക്കുമെങ്കിൽ അത് CPM-ലെ ചില വനിതാ നേതാക്കളിലൂടെ ആയിരിക്കും. കനകം മൂലം ദുഃഖം, കാമിനി മൂലം ദുഃഖം എന്ന് പറയുന്നത് വളരെ അർത്ഥവത്താകുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെ കാര്യം തന്നെ നോക്കുക. തിരുവനന്തപുരം കോർപ്പറേഷൻ അത് ഏറെക്കാലമായിട്ട് CPM-ൻ്റെ കൈവശം. തിരുവനന്തപുരത്തെ പ്രധാന പ്രതിപക്ഷമായിട്ട് BJP മാറുകയും ചെയ്തു. കോൺഗ്രസ് ഏതാണ്ട് കുഴിച്ചു മൂടുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ഈ BJP പ്രധാന പ്രതിപക്ഷമായിട്ട് മാറുന്നു, ഭരണം പിടിച്ചെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്കുമാണ്. അത് ഉറപ്പായ കാര്യമാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ മിക്ക വാർഡുകളിലും ഒരു 60-65 വാർഡുകളിൽ BJP-യുടെ കടന്നുകയറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് 2020 നിലവിൽ വന്ന ഈ തദ്ദേശം ഇപ്പോൾ 2025 അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ മേയറായി വന്ന ആര്യ രാജേന്ദ്രൻ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടാക്കി വെച്ച വിനയും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതും ചില്ലറയല്ല. അത് ഇനി മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആര്യ രാജേന്ദ്രനെ തന്നെ മാറ്റി നിർത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആര്യ രാജേന്ദ്രന് അതുകൊണ്ട് പാർട്ടി സീറ്റ് കൊടുത്തിട്ടില്ല. സാധാരണ 2 തവണ കഴിയുമ്പോഴാണ് ആ 2 ടേൺ പൂർത്തിയായതുകൊണ്ട് മാറ്റി നിർത്തും. അങ്ങനെയാണ് CPM-ൻ്റെ സ്വഭാവം. അതായത് ആ കേഡർ പാർട്ടിയുടെ ഒരു സ്വഭാവമാണ്. ഇവിടെ 1 തവണ കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും അങ്ങ് മാറ്റിയാൽ മതി എന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ അങ്ങ് മാറ്റി തീർത്തിരിക്കുകയാണ്. CPM-ന് ഈ അവസാന സമയത്ത്, കാരണം ഈ പിടിവള്ളി കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ ചില ബോധോദയം ഉണ്ടാകുന്നത്. കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നേരത്തെ ഉണ്ടാകേണ്ടതായിരുന്നു. മുകേഷ് MLA 2016 വിജയിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ 2021 കൊണ്ടു നിർത്തി വളരെ തുച്ഛമായ വോട്ടിന് മാത്രം ജയിച്ചു വന്നേ ഉള്ളൂ. ഒന്ന് കടന്നു കയറി. അല്ലാതെ അവിടുത്തെ വോട്ടർമാർ ആഗ്രഹിച്ച ഒരു വിജയമൊന്നും അല്ല ഉണ്ടായത്. അതെന്തായാലും 26 അത് വോട്ടർമാരും തിരുത്തും, മുകേഷിനെ അവിടെ അടുപ്പിക്കുകയുമില്ല എന്ന് പറഞ്ഞതുപോലെ ആര്യ രാജേന്ദ്രന് ഇവിടെ സീറ്റ് കൊടുത്തില്ല. ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളോട് ഇപ്പോൾ പറയുന്നത് എന്താണ്? അത് പുതിയ വരുന്നവർക്കും അവസരം ഉണ്ടാകട്ടെ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിനേക്കാൾ മുതിർന്ന കക്ഷികളൊക്കെ ഇങ്ങനെ എത്ര സീറ്റ് കിട്ടിയിട്ടും തവണ മത്സരിച്ചിട്ടും പിടിവിടാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് ആര്യ രാജേന്ദ്രന്റെ വലിയൊരു ആദർശ ശുദ്ധി. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ വഴിമാറി കൊടുക്കുകയാണ് പോലും. ഇപ്പോൾ പാർട്ടിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ഇനി തിരുവനന്തപുരത്ത് തന്നെ നിർത്തണ്ട എന്ന്. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുകയും വേണ്ട. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും പ്രവർത്തിക്കാൻ ഇറങ്ങേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ജനം ചോദ്യം ചെയ്യും തെരുവിൽ വെച്ച് തന്നെ. കാരണം അത്രത്തോളം തിരുവനന്തപുരത്തുകാർക്ക് വെറുപ്പുണ്ടാക്കിയ ഒരു നേതാവാണ് ആര്യ രാജേന്ദ്രൻ. ഒരു നേതാവെന്നല്ല, ഒരു മേയർ ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറഞ്ഞ് വലിയ ആർപ്പുവിളിയും ഒക്കെ നടത്തിയതാണ് CPM. അത് അവർക്ക് തന്നെ വലിയ തലവേദന ഉണ്ടാക്കി. ഇതുപോലുള്ള ഒന്നായിരുന്നു യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്തോ ജെറോം. ആ ചിന്തോ ജെറോം പാർട്ടിക്ക് ഉണ്ടാക്കിയ തലവേദന ചില്ലറയല്ല. ഇവരൊക്കെ ഇനി നിയമസഭാ സീറ്റ് കൂടി ലക്ഷ്യമിട്ട് മുന്നേറുകയാണ്. അപ്പൊ എന്തായാലും ആര്യ രാജേന്ദ്രന് ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ഗുണകരമല്ലാതെ മാറും. കാരണം പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ ജനം തെരുവിൽ ചോദ്യം ചെയ്യും. അത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ പാർട്ടി ഇവിടെ നിന്ന് തന്നെ അങ്ങ് പാക്ക് ചെയ്യുകയാണ്. കോഴിക്കോട്ടേക്ക് പോകാൻ പറഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട് ബാലുശ്ശേരിയിലാണല്ലോ ആര്യയുടെ ഭർത്താവിൻ്റെ മണ്ഡലം, ബാലുശ്ശേരി മണ്ഡലം, സച്ചിൻ ദേവ്. അങ്ങോട്ടേക്ക് പോവുക. അവിടുത്തുകാർക്ക് അത്ര പരിചയമില്ല. പക്ഷേ കേരളം മുഴുവൻ കണ്ടതാണ് ഈ മേയറും ഭർത്താവും കൂടെ
തിരുവനന്തപുരം നഗരഹൃദയത്തിൽ ഒരു KSRTC പാവം പിടിച്ച ഡ്രൈവറെ തെരുവിലിറക്കി ചോദ്യം ചെയ്യുന്നതും അയാളുടെ ജോലി കളഞ്ഞതും അതൊന്നും കേരളത്തിലെ ജനങ്ങളൊന്നും മറന്നിട്ടില്ല. പക്ഷെ തിരുവനന്തപുരത്തുകാർക്ക് കുറച്ചുകൂടി അടുപ്പമുള്ളത് കൊണ്ട് അതിനോട് ശക്തമായി പ്രതികരിച്ചും മനസ്സിൽ മായാതെയും നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ആര്യ രാജേന്ദ്രനെ ഇവിടുന്ന് അങ്ങ് നാട് കടത്തി അങ്ങ് കോഴിക്കോട്ടേക്ക് വിട്ട് അവിടെ ബാലുശ്ശേരി ഭാഗത്തൊക്കെ പ്രവർത്തിക്കട്ടെ എന്നുള്ള രീതിയിൽ. ഇതുപോലെ തന്നെയാണ് പാർട്ടിക്ക് അല്പം ക്ഷീണമുണ്ടാക്കിയ നേതാവാണ് കണ്ണൂരിലുള്ള PP ദിവ്യ. നവീൻ ബാബുവിൻ എന്ന് പറയുന്ന RTOയുടെ മരണത്തിൽ കലാശിച്ചത് PP ദിവ്യയുടെ കുത്തുവാക്കുകൾ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. PP ദിവ്യയ്ക്ക് അതുകൊണ്ട് തന്നെ ഇത്തവണ ജില്ലാ പഞ്ചായത്തിലേക്കൊന്നും തന്നെ സീറ്റ് കൊടുത്തിട്ടില്ല. പക്ഷെ അത് CPMന്റെ ഒരു വലിയ തന്ത്രം തന്നെയാണ്. ഇപ്പോൾ കൊടുക്കാതെ PP ദിവ്യ നോട്ടമിട്ടിരിക്കുന്നത് നിയമസഭയിലേക്കാണ്. നിയമസഭയിൽ വളരെ സുരക്ഷിതമായ മണ്ഡലങ്ങളുണ്ട് ഇവർക്ക്, CPMകാർക്ക്. ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വിജയിക്കുന്ന മണ്ഡലം അങ്ങനെയുള്ള ഒരിടത്ത് കൊണ്ട് നിർത്തും. അത് മിക്കവാറും കണ്ണൂരിൽ കല്യാശ്ശേരിയിലായിരിക്കും. അവിടെ CPMന്റെ കോട്ടയാണ്. അവിടെ കൊണ്ടുവന്ന് നിർത്തി 26-ൽ LDF വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ, PP ദിവ്യയും വിജയിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ മന്ത്രിസ്ഥാനവും കൊടുക്കും. കൊടുക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പിണറായി വിജയനാണ് ആള്, കൊടുത്തിരിക്കും. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള നീക്കമാണ് നടത്തുന്നത്. ഇവിടെ മേയർ ആര്യ രാജേന്ദ്രന് ഇതുപോലെ നേമം മണ്ഡലം സീറ്റ് കൊടുക്കാനിരുന്നതാണ്. അപ്പോൾ ജനവികാരം അത്രത്തോളം അതിരൂക്ഷമായിട്ട് മേയർക്കെതിരെ നിൽക്കുകയാണ്. അതുകൊണ്ട് 8 നിലയിൽ പൊട്ടും എന്ന് കൃത്യമായിട്ടറിയാം. മേയർ ആര്യ രാജേന്ദ്രനെ തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കാൻ തന്നെ നിർത്താത്തതിൻ്റെ കാരണം മറ്റുള്ളവരുടെ വിജയസാധ്യതയെ അത് ബാധിക്കും. മറ്റു മണ്ഡലങ്ങളിലേക്ക് കൂടി അത് ബാധിക്കും. അത് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വിടുന്നത്. ഇപ്പൊ ചിന്താ ജെറോമാണെന്നുണ്ടെങ്കിൽ 2026-ൽ കൊല്ലം അല്ലെങ്കിൽ കുണ്ടറ നിയമസഭാ മണ്ഡലങ്ങൾ നോട്ടം വിട്ട് നടക്കുകയാണ്. ചിന്താ ജെറോം ഉണ്ടാക്കിയിട്ടുള്ളതും ഇല്ലാത്ത പല വിനകളും ഉണ്ടാക്കിയിട്ടുണ്ട്. യുവജനക്ഷേമ കമ്മീഷൻ അധ്യക്ഷ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എന്താണോ യുവജനങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന് ആർക്കും അറിയില്ല. അവർക്കും വലിയ നിശ്ചയമില്ല. അവർക്ക് ശമ്പള വർധനവ് വലിയ രീതിയിൽ തന്നെ ഉണ്ടാക്കി, ലക്ഷങ്ങളുടെ വർധനവ്. അതിന് മുൻകാല പ്രാബല്യവും കൊടുത്ത് അതെല്ലാം എഴുതിയെടുക്കുന്നതിൽ ഇവരാരും പിന്നിലല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ താമസിക്കുന്ന വീട് അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിവെച്ച് കഴിഞ്ഞപ്പോൾ ഇവർ സർക്കാർ ചെലവിൽ കൊല്ലത്ത് ഒരു 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 റിസോർട്ടിലായിരുന്നു താമസം. അപ്പൊ ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരുന്നതാണ്. അല്ലാതെ ഇവരുടെ ഡോക്ടറേറ്റ് അല്ലേ, ഇവരുടെ ഡോക്ടറേറ്റ് എങ്ങനെയോ ആയിക്കൊള്ളട്ടെ, അത് ഇവരുടെ വിവരക്കേടാണ്. ആ വിവരക്കേടിനകത്ത് നമുക്ക് പങ്കൊന്നുമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ കുറെ CPMൽ കുറച്ച് പേരുണ്ട്, ചിന്തോ ജെറോമും ആര്യ രാജേന്ദ്രനും PP ദിവ്യയും. ഇവരൊക്കെ തന്നെ നിയമസഭാ മണ്ഡലത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ ഉറപ്പാണ്, നിയമസഭ എന്നല്ല ഒരു പഞ്ചായത്ത് വാർഡിൽ നിർത്തിയാൽ പോലും പരാജയം ഉറപ്പാണ്. പിന്നെ PP ദിവ്യയെ കണ്ണൂർ രാഷ്ട്രീയം സംരക്ഷിച്ചുകൊള്ളും. ഇത്രയും കാലവും അങ്ങനെയല്ല ചെയ്തത്. അത് തന്നെയായിരിക്കും ഇനിയും സംഭവിക്കാൻ പോകുന്നത്.